എപ്പിസോഡിൽ മൂന്നാമതായി മത്സരിക്കാനിരിക്കുന്നത് കൊടുവള്ളിയിൽ നിന്നും വരുന്ന തൻവീർ അലിയാണ്. തൻവീർ അലിയെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തൻവീർ അലി അല്ലേ? കൊടുവള്ളിക്കടുത്ത് കരീറ്റിപ്പറമ്പ് വരെയാണ് അല്ലേ? മാഷാ അല്ലാഹ്. മോനെ, എങ്ങനെ ഈ പരിപാടിയെ പറ്റി അറിഞ്ഞത്? ഇങ്ങനെ ഒരു ഖുർആൻ ടാലൻറ്റ് ഷോ ദർശന ടി വിയിൽ നടക്കുന്നുണ്ട്. ഞാൻ പഠിക്കുന്ന സ്ഥാപനത്തിലെ ഉസ്താദുമാർ പറഞ്ഞത് നേരം അതിനനുസരിച്ച് തയ്യാറെടുത്ത്. മാഷാ അല്ലാഹ്. ഉസ്താദുമാർ പറഞ്ഞ് അല്ലേ? മോനെ ഹിഫ്ലാക്കിയല്ലേ ഖുർആൻ? മാഷാ അല്ലാഹ്. പിന്നെ എത്ര വർഷം എടുത്തു ഖുർആൻ ഹിഫ്ലാക്കാൻ? 1.5. മാഷാ അല്ലാഹ്, 1.5 വർഷം. നമ്മുടെ ബഹുമാന്യരായ പ്രേക്ഷകർ ഈ വിഷയം ശരിക്കും മനസ്സിലാക്കുക. 6000-ലേറെ വരുന്ന ഖുർആനിൻ്റെ ആയത്തുകൾ, നമ്മൾ കാണുന്ന പരിശുദ്ധ ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കാൻ നമ്മുടെ ഇന്നത്തെ കണ്ടസ്റ്റൻറ്റ് തൻവീർ അലി എടുത്തത് 1.5 വർഷമാണ്. വലഖദ് യസ്സർനൽ ഖുർആൻ ലിദ്ദിക്ർ അല്ലേ? ഖുർആൻ ഹിഫ്ലാക്കാൻ വളരെ അള്ളാഹു ഒരു സൗകര്യം, ഒരു ആശ്വാസം, ഒരു എളുപ്പം അള്ളാഹു തരുന്നുണ്ട് അല്ലേ? മാഷാ അല്ലാഹ്. അതുകൊണ്ട് വല്ല ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഉണ്ടായോ? ഇല്ലല്ലേ? പഠിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ലല്ലോ ഖുർആനുള്ളതുകൊണ്ട്? മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അപ്പോൾ മോനിപ്പോൾ അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഖുർആൻ ഒരു ദിവസം എത്ര ജുസ് ഓതും നമ്മൾ മറക്കാതിരിക്കാൻ? ദൗറ ഒരു ജുസ് അര ജുസൊക്കെ ആയിട്ട് എന്നും ഓതുന്നുണ്ട് അല്ലേ? മാഷാ അല്ലാഹ്. എത്ര ഓരോ അക്ഷരങ്ങൾക്കും 10 ഹസനാത്താണ് അല്ലേ? പിന്നെ പ്രത്യേകിച്ച് ഈ റമദാനൊക്കെ ആകുമ്പോൾ ഈ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ ഓതുന്ന ഓരോ അക്ഷരങ്ങൾക്കും അല്ലാഹു യുദാഇഫു ലിമൻ യശാ, ഒരുപാട് അല്ലാഹു തആല കൂലി വർദ്ധിപ്പിച്ചു തരാണ് അല്ലേ? മാഷാ അല്ലാഹ്. ബഹുമാന്യരായ പ്രേക്ഷകർ, നമ്മുടെ കണ്ടസ്റ്റൻറ്റുകൾ, പ്രത്യേകിച്ച് ഈ ഖുർആൻ ടാലൻറ്റ് ഷോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്ന നമ്മുടെ മത്സരാർത്ഥികൾ, അവർ നമ്മുടെ മക്കൾക്ക്, വിശേഷിച്ച് കേരളീയ സമൂഹത്തിലെ മുസ്ലിം ബഹുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രോത്സാഹനമാണ്. കാരണം തൻവീർ അലിയെ പോലെയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ മുമ്പിലേക്ക് വരിക, ചെറിയ പ്രായത്തിൽ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കി മനസ്സിൽ പ്രകാശം കൊണ്ട് നടക്കുന്ന പ്രകാശഗോപുരങ്ങൾ. മാഷാ അല്ലാഹ്. അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ. മോനെ, ഏത് ഭാഗമാണെന്ന് ഓതാൻ ഉദ്ദേശിക്കുന്നത്? സൂറത്തുൽ മുസമ്മിൽ. സൂറത്തുൽ മുസമ്മിൽ. മുസമ്മിൽ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്നറിയോ? ആ വാക്കിൻ്റെ ഉറങ്ങി പുതപ്പിട്ട് മൂടി കിടക്കുന്നവർ അല്ലേ? അതാരായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ? ആ പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണക്കൊണ്ടായി തങ്ങളെ പേടിച്ച സമയം അല്ലേ? തങ്ങൾ പുതപ്പിട്ട് മൂടിക്കിടന്ന ആ ഒരു ആദ്യത്തെ വഹീൻ്റെ അനുഭവം ഒക്കെ പറയുന്ന സൂറത്താണ് അല്ലേ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർത്തീലാ.
واصبر على ما يقولون واهجرهم هجرا جميلا واصبر على ما يقولون واهجرهم هجرا جميلا وذرني والمكذبين أولي النعمة ومهلهم قليلا صدق الله العظيم. قد أنزل ربي القرآن نورا للناس وتبيانا أحيا بهداه وشرعته شيبا شبانا وفتيانا. തൻവീർ അലി അല്ലേ, മാഷാ അല്ലാഹ്.